ആലുവ സർക്കിൾ ഇൻസ്പെക്ടറാണ് എക്സൈസിൻ്റെ. അപ്പോൾ ഇന്ന് വൈകിട്ടൊരു രഹസ്യവിവരം കിട്ടിയ അനുസരിച്ചിട്ട് ഞാനും പാർട്ടിയും ആലുവ സർക്കിൾ പാർട്ടിയും അങ്കമാലി പാർട്ടിയുമായിട്ട് ഇവിടെ ആലുവ മുനിസിപ്പാലിറ്റിയിലെ 7ാം വാർഡ് അല്ലേ, അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ 7ാം വാർഡിൽ ഒരു മോനച്ചൻ എന്ന് വിളിക്കുന്ന വർഗീസ് നാളുടെ വീട്ടിലാണ് ഞങ്ങളിന്ന് പരിശോധന നടത്തിയത്. താഴത്തു നിലയിൽ നിന്ന് നമുക്കൊരു 5 ലിറ്റർ ചാരായം കിട്ടിയതിന് ശേഷം ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ടെറസിൻ്റെ മുകളിലുള്ളൊരു റൂമിനകത്ത് വൻ രീതിയിൽ ഡിസ്റ്റിലേഷൻ, അത് ചാരായം വാറ്റിയെടുക്കുന്നുള്ള ഡിസ്റ്റിലേഷൻ യൂണിറ്റ് പോലെയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇത് ഉദ്ദേശം ഒരു 400 ലിറ്ററിൻ്റെ അടുത്ത് വാഷ് ഇതിന് ഈ ചാരായം വാറ്റിയെടുക്കുന്നതായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. ഒരു 33 ലിറ്ററോളം ചാരായം ഇത് പ്രിപ്പയർ ചെയ്തുള്ള ചാരായം സെയിലിനായിട്ടുള്ളതും കിട്ടിയിട്ടുണ്ട്. അത് ബോട്ടിലുകളിലാക്കിയിട്ട് കൊടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് ബോട്ടിലുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികൾ ഞങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ നമ്മൾ ഈ തമിഴ്നാട് മദ്യദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വല്ല വാറ്റ് ചാരായോ അല്ലെങ്കിൽ മറ്റനധികൃത മദ്യം ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതും ഞങ്ങൾ ആലുവ സർക്കിൾ പാർട്ടിയും അങ്കമാലി റേഞ്ച് പാർട്ടിയും സംയുക്തമായിട്ട് ഇങ്ങനെ നീക്കം നടത്തിയത്.